ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് പുറത്തായിരിക്കുകയാണ്. രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് 7 വിക്കറ്റിന് തോറ്റാണ് രാജസ്ഥാൻ പുറത്തായത്. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റെങ്കിലും വൈഭവ് സൂര്യവംശി എന്ന പേര് ആരാധക ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. പേരുകേട്ട രാജസ്ഥാൻ താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയപ്പോഴാണ് 47 പന്തിൽ 96 റൺസോടെ രാജസ്ഥാനെ പൊരുതാവുന്ന സ്കോറിലേക്ക് വൈഭവ് എത്തിച്ചത്. 15-കാരനായ താരത്തിന്റെ ബാറ്റിംഗ് മികവാണ് ഈ സീസണിൽ രാജസ്ഥാനെ രണ്ടാം ക്വാളിഫയർ വരെ എത്തിച്ചതെന്ന് നിസ്സംശയം പറയാം. 16 മത്സരത്തിൽ നിന്ന് 48.50 ശരാശരിയിൽ 776 റൺസാണ് വൈഭവ് നേടിയത്. ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണ് വൈഭവ് ഈ സീസണിൽ മികവ് കാട്ടിയത്. 63 ഫോറും 72 സിക്സുമാണ് വൈഭവ് നേടിയത്. രാജസ്ഥാൻ തോറ്റു പുറത്തായപ്പോൾ കരഞ്ഞു തളർന്നിരിക്കുന്ന വൈഭവിന്റെ മുഖം ഗുജറാത്ത് ആരാധകരെ പോലും നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും. 15 വയസ്സ് മാത്രം പ്രായമുള്ള താരം സാധ്യമാകുന്നതെല്ലാം ചെയ്താണ് ഈ സീസൺ അവസാനിപ്പിച്ചത്. ഇനി അറിയേണ്ടത് വൈഭവിന് ഇന്ത്യയുടെ 2020 ടീമിലേക്ക് വിളി എപ്പോൾ ലഭിക്കും എന്നതാണ്. ICC നിയമപ്രകാരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാനുള്ള പ്രായം വൈഭവിന് പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ അയർലൻഡ് 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ വൈഭവിനെ ഉൾപ്പെടുത്തുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ വൈഭവ് അന്താരാഷ്ട്ര മത്സരം കളിക്കാനുള്ള പക്വതയിലേക്ക് എത്തിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് പരിശീലകനായ കുമാർ സംഗക്കാര. അവൻ ഇന്ന് വളരെ മനോഹരമായാണ് ബാറ്റ് ചെയ്തത്. ഒരു വശത്ത് വിക്കറ്റ് പോയപ്പോഴും പൊരുതി നിന്ന് പ്രതിരോധിക്കാവുന്ന ടോട്ടലിലേക്ക് ടീമിനെ എത്തിക്കാൻ വൈഭവിന് സാധിച്ചു. 15 വയസ്സാണെങ്കിലും അവൻ വലിയ പക്വതയോടെയാണ് കളിക്കുന്നത്. മത്സരത്തെ നന്നായി വിലയിരുത്തിയാണ് അവൻ കളിക്കുന്നത്. മത്സരത്തിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി കളിക്കാൻ വൈഭവിന് സാധിക്കുന്നുമുണ്ട്. ഭയമില്ലാതെ കളിക്കാൻ അവനാകുന്നു. ലോകോത്തര ബൗളർമാരെ നേരിട്ടാണ് അവൻ ഈ റൺസ് എല്ലാം നേടിയത്. അതുകൊണ്ട് തന്നെ ഏതു വെല്ലുവിളിയും ഏറ്റെടുക്കാൻ വൈഭവ് തയ്യാറാണ്. ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വളരെ വേഗം തന്നെ അവന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണെന്ന് സംഘക്കാർ പറയുന്നു. പ്രകടന മികവ് നോക്കുമ്പോൾ വൈഭവ് സൂര്യവംശിയെ ഇന്ത്യ 2020 ടീമിലേക്ക് കൊണ്ടുവരുന്നത് മികച്ച തീരുമാനമാണ്. എന്നാൽ വൈഭവിനെ ഓപ്പണറാക്കുമ്പോൾ ആരെ തഴയുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് നിലവിൽ ഇന്ത്യക്കുള്ളത്. മികച്ച ഫോമിലുള്ള ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ 2020 ടീമിലേക്കുള്ള തിരിച്ചുവരവുള്ള തയ്യാറെടുപ്പിലുമാണ്. 2020 ഓപ്പണർ റോളിലേക്ക് ഗിൽ തിരിച്ചെത്താനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ വൈഭവിന് ഇപ്പോൾ ടീമിൽ ഇടം നേടാൻ പ്രയാസമായിരിക്കും. 2028 2020 ലോകകപ്പിനായി ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വൈഭവിനെ ടീമിലേക്ക് വിളിക്കാൻ സെലക്ടർമാർ അല്പം കൂടി കാത്തിരുന്നേക്കാം. എന്താകും ടീം മാനേജ്മെന്റിന്റെ തീരുമാനമെന്ന് കാത്തിരുന്ന് തന്നെ കണ്ടറിയണം.